ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരേമാതിരി ഇഷ്ടപ്പെടുന്ന ഒരു പാസ്തയുടെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കണത്. നമ്മൾ പാസ്തയൊക്കെ യൂഷ്വലി പുറത്ത് ഹോട്ടലിൽ പോകുമ്പോഴാണ് കഴിക്കാറ്. ഈ ഒരു വീഡിയോയിൽ നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് പാസ്ത എങ്ങനെ ഉണ്ടാക്കി എടുക്കാം എന്നുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് ഞാൻ കാണിക്കുന്നുണ്ട്. എൻ്റെ വീഡിയോസ് ഇഷ്ടമായെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക. ഓൾസോ അതിനടുത്തുള്ള ബെൽ ഐക്കോൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻസ് വരും. അപ്പൊ നമുക്ക് ഈ വൈറ്റ് സോസ് പാസ്ത എങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കിയിട്ട് വരാം. അപ്പൊ നമുക്ക് ആദ്യം പാസ്ത കുക്ക് ചെയ്യാം. അതിനു വേണ്ടി ഞാനൊരു വലിയ പാത്രത്തിൽ ഓൾമോസ്റ്റ് 3/4 വെള്ളം നിറച്ചിട്ടുണ്ട്. പാസ്ത എപ്പോഴും കുക്ക് ചെയ്യുമ്പോൾ നല്ലൊരു വലിയ പാത്രത്തിൽ വേണം ചെയ്യാനായിട്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുക്ക് ചെയ്യുമ്പോഴേക്കും അത് എക്സ്പാൻഡ് ആവും. അപ്പൊ അതിന് നമുക്ക് നല്ലോണം സ്ഥലം കൊടുക്കണം. അതുകൊണ്ട് ഒരു വലിയ പാത്രത്തിൽ ഓൾമോസ്റ്റ് 3/4 ലെവല് നമുക്ക് വരയ്ക്കും വെള്ളം വെച്ചിട്ട് ഇത് നല്ലോണം ഒന്ന് റോളിംഗ് ബോയിൽ ആവണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അടുത്തത് നമുക്ക് ഏത് പാസ്തയാണ് യൂസ് ചെയ്യണേന്ന് നോക്കാം. പാസ്ത നിറയെ ഷേപ്സിൽ വരും. അപ്പൊ നമ്മളുടെ പേഴ്സണൽ പ്രിഫറൻസ് അനുസരിച്ച് ഏത് ഷേപ്പ് പാസ്ത വേണമെങ്കിലും യൂസ് ചെയ്യാം. പക്ഷെ എനിക്ക് പേഴ്സണലി ഇഷ്ടം ഈ പെന്നെ എന്ന് പറയുന്ന ഇങ്ങനത്തെ ഷേപ്പുള്ള പാസ്തയാണ്. കുറച്ചും കൂടി ഒരു തിക്ക് പാസ്തയാണ്. അപ്പൊ ഭയങ്കരമായിട്ട് വെന്ത് കുഴയോ ഉടയോ ഒന്നും ചെയ്യില്ല. ഇപ്പൊ വെള്ളം നല്ലോണം തിളച്ചിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് കുറച്ച് നല്ലോണം എണ്ണയും ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് പാസ്ത ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 200 grams പാസ്ത ചേർക്കുന്നുണ്ട്. വേറൊരു കാര്യം പറയാൻ വിട്ടുപോയി. ഞാനിവിടെ എടുത്തേക്കണ പാസ്ത ഹോൾ വീറ്റ് പാസ്തയാണ്. യൂഷ്വലി പാസ്ത മൈദ കൊണ്ടാണ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഏത് പാസ്ത വേണമെങ്കിൽ എടുക്കാം. ഹോൾ വീറ്റോ മൈദയോ മൾട്ടിഗ്രെയിനോ ഏതാ അവൈലബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പൊ ഓരോ പാസ്ത അനുസരിച്ച് അതിന്റെ കുക്ക് ടൈമും വേരി ആവും. അപ്പൊ നിങ്ങൾ പാസ്തയുടെ ബോക്സിന്റെ പിന്നിൽ നോക്കുക. അപ്പൊ അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും എത്ര നേരം ഈ പാസ്ത കുക്ക് ചെയ്യണം എന്നുള്ളത്. പാസ്ത ഇപ്പോഴും നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഒരു 85-90% കുക്ക് ആവാൻ പാടുള്ളൂ. ഓവർ കുക്ക് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പാസ്ത ഭയങ്കരമായിട്ട് കുഴയും. അത് ഓരോന്നായിട്ട് ഒട്ടിപ്പിടിക്കും. എനിക്കൊരു 12 minutes കൊണ്ട് എൻ്റെ പാസ്ത ഓൾമോസ്റ്റ് 90% കുക്കായി. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പാസ്ത ഓവർ കുക്ക് ആവാൻ പാടില്ല. ഇനി നമുക്കിത് ഫിൽട്ടർ ചെയ്യാം. അതിനു മുമ്പായിട്ട് ഒരു ഗ്ലാസ് ഈ പാസ്ത വേവിച്ച വെള്ളം ഒന്ന് മാറ്റി വെക്കാം. നമുക്ക് ലേറ്റർ സോസ് ഒക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ ആവശ്യമുണ്ടെങ്കിൽ ഉപയോഗിക്കാനായിട്ടാണ്. ഫിൽട്ടർ ചെയ്ത ഉടനെ ഇത് നല്ല തണുത്ത വെള്ളത്തിൽ കാണിക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ ആ പാസ്തയുടെ കുക്കിംഗ് സ്റ്റോപ്പ് ആയിക്കോളും. അല്ലെങ്കിൽ അത് ഇരുന്ന് ഇനിയും കുക്ക് ആവാൻ ചാൻസസ് ഉണ്ട്. ഇനി നമുക്കിത് നല്ലോണം ഡ്രെയിൻ ചെയ്തെടുക്കാം. വെള്ളം ഒട്ടും ഉണ്ടാവാൻ പാടില്ല. ഇനി നമുക്ക് ഈ പാസ്ത ഒരു ബേസിനിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടറോ അല്ലെങ്കിൽ ഒലിവ് ഓയിലോ ചേർത്ത് ഇത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ പാസ്ത ഒന്നിനോടൊന്നും ഒട്ടില്ല. നമുക്കിനി അടുത്തത് വെജിറ്റബിൾസ് കുക്ക് ചെയ്തെടുക്കാം. അതിനു വേണ്ടി ഒരു പാനിൽ കുറച്ച് ബട്ടറും ഓയിലും ചേർത്ത് അതിലേക്ക് ഒരു 2 അല്ലി വെളുത്തുള്ളി വളരെ ചെറുതായി അരിഞ്ഞത്, ഒരു സവാള തിൻലി സ്ലൈസ് ചെയ്തത്, കുറച്ച് മഷ്റൂംസ്, പിന്നെ ഞാൻ ഇതിൽ ആഡ് ചെയ്യണത് സ്വീറ്റ് കോൺ ആണ്. ഈ പാസ്തയുടെ വെജിറ്റബിൾസും അധികം കുക്ക് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഒരു 5 to 6 minutes മാക്സിമം സോട്ടേ ചെയ്തെടുക്കാനേ പാടുള്ളൂ. ഇത് ഞാൻ ഇതിലേക്ക് ഏറ്റവും അവസാനമാണ് ക്യാപ്സിക്കം ചേർക്കണത്. ക്യാപ്സിക്കം ഒരു 2 minutes മാത്രം ഒന്ന് കുക്കായാൽ മതി. അപ്പോഴേ അതിൻ്റെ ഒരു നല്ലൊരു ക്രഞ്ചി ടെക്സ്ചർ ഈ പാസ്തയ്ക്ക് കിട്ടുള്ളൂ. നിങ്ങൾക്ക് ഏത് കളർ ക്യാപ്സിക്കം വേണമെങ്കിലും ഇതിലേക്ക് ചേർക്കാം. ക്യാപ്സിക്കം ചേർത്തൊന്ന് നല്ലോണം ഇളക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്കുള്ള സീസണിങ്സ് ചേർക്കാം. ഞാൻ ഇതിൽ ചേർക്കണത് കുറച്ച് ഉപ്പും വൈറ്റ് പെപ്പർ പൗഡറും പിന്നെ ഇതിലേക്ക് കുറച്ച് ഒറിഗാനോ ആണ് ചേർക്കണത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചില്ലി ഫ്ലേക്സ് ചേർക്കാം. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സീസണിങ്, ഇറ്റാലിയൻ സീസണിങ് ഒക്കെ ഉണ്ടെങ്കിൽ അതും ചേർക്കാം. ഇപ്പോൾ വെജിറ്റബിൾസും ഒരു 85-90% കുക്കായിട്ടുണ്ട്. നമുക്കിത് ഇനി വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമുക്കിനി ഇതിന്റെ വൈറ്റ് സോസ് തയ്യാറാക്കാം. വൈറ്റ് സോസ് ഉണ്ടാക്കാനായിട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ ബട്ടറാണ് ചേർത്തേക്കണത്. ബട്ടർ കുറച്ച് നല്ലോണം ചേർത്താൽ മാത്രമേ ഈ സോസിന് നല്ലൊരു സ്മൂത്ത് ടെക്സ്ചർ കിട്ടുള്ളൂ. അതുമല്ല നമ്മൾ അടുത്തത് മൈദ ചേർക്കുമ്പോൾ ബട്ടർ കുറവാണെങ്കിൽ മൈദ പെട്ടെന്ന് കട്ട പിടിക്കും. അതുകൊണ്ടാണ് ബട്ടർ കുറച്ച് നല്ലോണം നമുക്ക് ചേർക്കേണ്ടത്. ബട്ടർ മെൽട്ടായതിനു ശേഷം നമുക്കൊരു 2 ടേബിൾ സ്പൂൺ മൈദ ചേർക്കാം. മൈദ കൂടുതലാവരുത്. അപ്പോൾ ഈ മൈദ ചേർത്ത ഉടനെ ഇത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം. തീ വളരെ കുറച്ച് വേണം ഇത് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ മൈദ കരിഞ്ഞു പോവും. അപ്പോൾ മൈദ ചേർത്ത് ഒരു 3 to 4 minutes ഇത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കാം, മൈദയുടെ ഒരു പച്ചമണം പോണ വരെ. ഇപ്പൊ മൈദയുടെ പച്ചമണമൊക്കെ പോയി നല്ലോണം കുക്കായിട്ടുണ്ട്. അടുത്തത് നമുക്ക് ഇതിലേക്ക് ഒരു 2 കപ്പ് പാല് ചേർക്കാം. ഈ പാല് റൂം ടെമ്പറേച്ചർ ആണ്. ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് അങ്ങനെ തന്നെ ചേർക്കാൻ പാടില്ല.
അപ്പോൾ ഒന്നില്ലെങ്കിൽ ഒന്ന് ലൈറ്റായിട്ട് ചൂടാക്കിയിട്ട് അല്ലെങ്കിൽ കുക്ക് ചെയ്യണതിന് മുമ്പ് കുറച്ച് നേരം ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചിട്ട് ഒരു 2 കപ്പ് പാല് നമുക്ക് ഇതിലേക്ക് ചേർക്കാം. പാല് ചേർത്ത് ഇനി ഇത് തിളയ്ക്കണ വരെ ഒന്ന് നല്ലോണം ഇളക്കി കൊടുക്കാം, അല്ലെങ്കിൽ മൈദ ചിലപ്പോൾ ലംസ് ഫോം ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ പാല് നല്ലോണം തിളച്ചു തുടങ്ങി. പാല് തിളയ്ക്കുമ്പോഴേക്കും ഈ സോസ് തിക്കൻ ചെയ്യാൻ തുടങ്ങും, നമ്മൾ മൈദ ചേർത്ത കാരണം. അടുത്തത് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് വൈറ്റ് പെപ്പർ പൗഡറും ചേർക്കാം. അവസാനമായിട്ട് ഞാൻ ഇതിൽ ചേർക്കുന്നത് ഒരു 1/2 കപ്പ് ഷ്രെഡഡ് മോസറല്ല ചീസാണ്. നമ്മളുടെ പിസയിലൊക്കെ യൂസ് ചെയ്യണ ചീസാണിത്. ഇത് ഓപ്ഷണൽ ആണ്, പക്ഷെ നമ്മൾ ഹോട്ടലിലൊക്കെ പാസ്ത ഓർഡർ ചെയ്യുമ്പോൾ അവർ ഈ ചീസൊക്കെ ചേർത്തിട്ടാണ് നമുക്ക് തരിക. അപ്പൊ ചീസ് ചേർക്കുമ്പോൾ സോസ് ഇനിയും ഒരു നല്ലൊരു ക്രീമി ടെക്സ്ചറും നല്ലൊരു ടേസ്റ്റും കൂടും. അതുകൊണ്ടാണ് ഇത് ചേർക്കണത്. ഇപ്പൊ നല്ല തിക്ക് ആൻഡ് ക്രീമി ആയിട്ടുള്ള വൈറ്റ് സോസ് റെഡിയായി. ഇത് റെഡിയാക്കിയ ഉടനെ നമുക്ക് ഇതിലേക്ക് പാസ്ത ചേർക്കണം. ഇത് ഇരിക്കുന്തോറും തിക്നെസ് കൂടി വരും. അപ്പൊ ഒന്ന് ലൂസാക്കി എടുക്കണമെങ്കിൽ നമ്മൾ ഓൾറെഡി മാറ്റി വെച്ചിരിക്കുന്ന പാസ്ത വാട്ടർ ഇതിൽ കുറച്ച് ചേർക്കാം. ഇപ്പൊ നമ്മളുടെ വൈറ്റ് സോസ് റെഡിയായി. ഇനി നമുക്ക് ഇതിലേക്ക് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പാസ്തയും വെജിറ്റബിൾസും ചേർത്ത് മിക്സ് ചെയ്യാം. ഇപ്പൊ നമ്മളുടെ പാസ്ത റെഡിയായി. ഈ പാസ്തയിൽ നിങ്ങൾക്ക് ചിക്കൻ ചേർക്കാം, അല്ലെങ്കിൽ ഷ്രിംപ് ചേർക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വെജിറ്റബിൾസ് ലൈക്ക് ബ്രോക്കലിയോ അല്ലെങ്കിൽ ഗ്രീൻ പീസോ ഒക്കെ ചേർക്കാം. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഈ റെസിപ്പി തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.